ചില പ്രൊഫൈലുകൾ ഉണ്ടാക്കുക. അപ്പോൾ ചുവന്ന സൂര്യൻ, ഏതെങ്കിലും ഒരു നാടിൻ്റെ പേര് വെച്ചിട്ട് അവിടുത്തെ സഖാക്കൾ, ഇവരൊന്നും സഖാവും അല്ല, ഇവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരും അല്ല. ഈ ഒരു പ്രൊഫൈൽ നെയിമുകൾ ഉണ്ടാക്കി ഫേക്കായിട്ട് ഞങ്ങൾ സഖാവാണ്, പക്ഷെ ഞങ്ങൾ സഖാക്കളെ വിമർശിക്കുന്നു, ഞങ്ങൾ ഇത് ചെയ്യുന്നു. അപ്പം ഇത് കാണുന്ന നിഷ്കളങ്കരായ മനുഷ്യരിപ്പോൾ പറഞ്ഞതുപോലെ വിചാരിക്കും, കണ്ടില്ലേ അവരുടെ ആളുകൾ വരെ അവരെ എതിർക്കുകയാണ്. പെയ്ഡ് പ്രൊമോഷനുകളോടൊപ്പം തന്നെ സൈബർ കൊട്ടേഷനുകളും ഉണ്ട്. മമ്മിയായിട്ട് എവിടെയെങ്കിലും പോകുന്ന പടം ഇടുമ്പം ഖജരാവിലെ പൈസ എടുത്ത് ആസ്വദിച്ചോളൂ എന്നൊക്കെയാണ് പറയുന്നത്. മാഡം എന്ത് ചെയ്യുന്നു യുവജനങ്ങൾക്ക് വേണ്ടി എന്നൊക്കെയുള്ള എവിടുന്നോ കോപ്പി ചെയ്യുന്ന പോസ്റ്റ് എടുത്ത് കമൻ്റ് എടുത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇടുകയാണ്. അപ്പം അതിൻ്റെ താഴെ ഞാൻ മറുപടി ഇടണമെന്ന് പലപ്പോഴും ചിന്തിക്കും. അനിയാ ഞാനിപ്പോൾ ആ ചുമതലയിലില്ല, മാറിയിട്ട് 1.5 കൊല്ലമായി, പേപ്പറൊക്കെ വല്ലപ്പോഴും വായിക്കണം. എന്നെ നേരിട്ട് കണ്ട് പരിചയപ്പെടുന്നവരെല്ലാം പറയാറുണ്ട്, ഞങ്ങൾ വിചാരിച്ചതുപോലെ അല്ലല്ലോ എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ഭാഗത്ത് സന്തോഷവും തോന്നും, മറുഭാഗത്ത് അയ്യോ അപ്പോൾ വിചാരിച്ചത് മോശമായിട്ടാണല്ലോ എന്ന് തോന്നും. സമീപകാലത്ത് ഏറ്റവും അധികം സോഷ്യൽ ബുള്ളിങ്ങിന് വിധേയയായ ഒരു യുവ നേതാവും CPM സംസ്ഥാന സമിതി അംഗവുമായി ചിന്തോ ജെറോമാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതലധികം സോഷ്യൽ മീഡിയ സ്ക്രീനിങ്ങിന് വിധേയയായ ഒരാളാണ് അല്ലേ? ഏത് പ്രായം തൊട്ടത് ഞാൻ ചോദിക്കുന്നില്ല, അറിയുന്ന കാലം തൊട്ടേ അതെ. ചിന്തയെ വിമർശിക്കാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും ഒക്കെ ഉണ്ടാവാം വിമർശനം. പക്ഷെ അത് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഒട്ടും ആശ്വാസമല്ലാത്ത രീതിയിൽ ആ തരത്തിലുള്ള ഒരു ബുള്ളിങ്ങിനെ എങ്ങനെയാണ് നേരിട്ടത്? എനിക്ക് എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളോടും ഒന്നും അസഹിഷ്ണുതയില്ല. കാരണം നമ്മൾ പൊതുവിടത്തിൽ ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. എൻ്റെ അഭിപ്രായങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർക്ക് അതിൻ്റെ പേരിൽ മാന്യമായ ആ വിമർശനം രേഖപ്പെടുത്താം. അതിപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് എൻ്റെ PhD-യുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു നോട്ടപ്പിശക് വന്നപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു. അപ്പം ഞാൻ ആ ചൂണ്ടിക്കാണിച്ചവരോടെല്ലാം നന്ദി പറയുകയും എനിക്ക് അത് ഭാവിയിൽ അത് പബ്ലിഷ് ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ അത് തിരുത്തും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റ് ചില ഭാഗങ്ങളിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ടത് കള്ളം സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഈ വെറുപ്പ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണല്ലോ, അസത്യമാണ്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഞാൻ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ കുപ്പിയിൽ വെള്ളം കുടിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള വേദിയാണ്, കുടിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്വൽ സൂം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ അത് കാണുകയാണ്, ഇതിങ്ങനെ ക്യാമറ അടുത്തേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോഴേ എനിക്ക് തോന്നി ഇതിനകത്ത് എന്താ ഒരാൾ വെള്ളം കുടിക്കുന്നത് ഇത്ര സൂം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുകയും ഞാൻ ആ കുപ്പി താഴത്തേക്ക് വയ്ക്കുകയും അവരോട് ചിരിച്ചിട്ട് എന്താണെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുടൻ തന്നെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് കരിങ്ങാലി വെള്ളം കുടിക്കുന്നു, ആദ്യം ഒളിപ്പിച്ചു പിന്നെ കുടിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ പോലും പ്രസക്തമല്ലാത്തൊരു കാര്യം ഇങ്ങനെ ഒരു വാർത്തയായി കൊടുക്കുന്നു. പിന്നീട് ആ വാർത്ത എടുത്തിട്ട് അതിനെ ഏത് വിധത്തിലാണ് വളച്ചൊടിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രോള് കണ്ടു. ഞാൻ കുപ്പിയിൽ വെള്ളം കുടിക്കുന്നൊരു ഫോട്ടോ, എന്നിട്ട് അതിൻ്റെ താഴെ ഞങ്ങൾ കുടിക്കുന്നത് കരിങ്ങാലി വെള്ളം, ഞങ്ങൾ വലിക്കുന്നത് കറിവേപ്പില, കമ്മ്യൂണിസ്റ്റുകാരുടെ രീതികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കുള്ളൊരു സംശയം അല്ലെ ആശങ്ക, ഇതൊരു വട്ടം കാണുന്ന ഒരാൾ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി വെള്ളം കുടിക്കുന്നതും ഒരു വിദ്യാർത്ഥി ഒരു ലഹരി പോലെ എന്തോ ഒന്ന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൽ എൻ്റെ ആ പടം കാണുന്നവർ, ഇതിൻ്റെ ഈ ക്യാപ്ഷനും വായിച്ചു പോകുന്നവർ, അവരുടെ മനസ്സിൽ എന്താകും ഇമേജ്, നമ്മളെക്കുറിച്ചുള്ളൊരു ബോധം എന്താകും? അങ്ങനെ അത് സ്ക്രോൾ ചെയ്ത് പോകുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് എന്തൊരു തെറ്റിദ്ധാരണജനകമായ കാര്യമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഒരു ഉത്തരവാദിത്വവും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ഉപയോഗിക്കുമ്പോൾ, വേറൊരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഒരു ചിത്രമെടുത്ത് ഇവിടെ പതിപ്പിക്കുമ്പോൾ, സാമാന്യമായി അവരെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ട്. അപ്പോൾ ഇത് കള്ളമല്ലേ? അപ്പോൾ രാഷ്ട്രീയ എതിർപ്പിൻ്റെ പേരിൽ അങ്ങനെ ഒരു കള്ളം പറയാമോ? രണ്ട്, ഈ പടം ഇത് ഞാൻ സ്നേഹിക്കുന്ന ഏതെങ്കിലും എൻ്റെ സ്നേഹിക്കുന്ന വൃത്തത്തിനകത്തുള്ള ഒരാളുടെ ചിത്രമാണെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുമോ? ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പം ചിലപ്പോൾ ഇവർക്കൊന്നും ആരോടും സ്നേഹം കാണില്ല.
അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കില്ലേ, ഇത് എൻ്റെ അമ്മയാണെങ്കിൽ, എൻ്റെ സഹോദരിയാണെങ്കിൽ, എൻ്റെ കാമുകിയാണെങ്കിൽ, എൻ്റെ സുഹൃത്താണെങ്കിൽ, ഒന്നുമില്ല എൻ്റെ ഒരു പരിചയക്കാരിയാണെങ്കിൽ എന്നെങ്കിലും ചിന്തിച്ചിട്ട് ഇത്തരം പ്രവണതയിൽ നിന്ന് ഇവർ പിന്നോട്ട് പോകണ്ടേ എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ പച്ചക്കള്ളമാണ് ഒരു കുപ്പിയുടെ കാര്യം എന്ന് പറയട്ടെ. അത് ഇങ്ങനൊരു ഈ ബിയർ കുപ്പിയിൽ കുടിക്കുന്നു എന്നുള്ള വിവാദം വന്നു. എന്തിനാ പാർട്ടി അപ്പൊ തന്നെ ഇത് പിൻവലിക്കാൻ നിന്നത്? ഇല്ല, അങ്ങനെ പിൻവലിച്ചിട്ടില്ല. അവിടെ കുപ്പിവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നത്. അവിടെ യഥാർത്ഥത്തിൽ നേതാക്കന്മാരൊക്കെ ഉണ്ട്, ദീർഘനേരമുള്ള പ്രസംഗങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ട്. അപ്പം ചൂടുവെള്ളം കൊടുക്കണം. അപ്പം ചൂടുവെള്ളം ഉദ്ഘാടന സമയത്ത് നമ്മൾ ചില്ല് കുപ്പിക്കകത്താണ് കൊടുത്തത്. നല്ലൊരു കാര്യമാണ്. അതെ അതെ അതെ. പക്ഷേ അല്ലാത്ത വെള്ളം നമ്മൾ സാധാ വെള്ളം, ബോട്ടിൽ വെള്ളവും ഉണ്ടായിരുന്നു. ചായയൊക്കെ വേണ്ട സമയത്ത് ചായകൾ വോളണ്ടിയേഴ്സ്, റെഡ് വോളണ്ടിയേഴ്സ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം ഉദ്ഘാടന സമയത്ത് മാത്രമല്ല ഉള്ളൂ മീഡിയക്ക് അകത്തേക്ക് പ്രവേശനം. അപ്പം ആ സമയത്താണ് മീഡിയ ഇത് കണ്ടത്. പിന്നെ ഇത് പിൻവലിച്ചു എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയും വാർത്ത വന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് യാഥാർത്ഥ്യം ഇല്ല. കാരണം മീഡിയ അകത്തുള്ള സമയത്ത് ഇതിൽ കൊടുത്തു, പിന്നെ മീഡിയ പുറത്തേക്ക് പോയല്ലോ. പിന്നെ അവിടെ വെള്ളം വേണ്ട സമയത്ത് വെള്ളം എല്ലാം നൽകുന്നുണ്ടായിരുന്നു. കുപ്പികളിൽ തന്നെയാണ്, കുപ്പികളിൽ തന്നെ കൊടുത്തു, കുപ്പികളിൽ തന്നെയാണ് കൊടുത്തത്. അതിലൊന്നും അങ്ങനെ എനിക്കും ഇത് കേട്ടപ്പോ അതിശയം തോന്നി. എന്തിനാണ്? കാരണം നമുക്ക് അത് ഒരു പാർട്ടി എന്ന നിലയിൽ, അത് CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിന് ആവശ്യമില്ലല്ലോ, അതൊരു ആവശ്യമുള്ള കാര്യമല്ലല്ലോ. അത് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ഇതിനെ ഒന്ന് ലൈവായി നിർത്താൻ വേണ്ടിയായിരിക്കും വീണ്ടും വാർത്തകൾ കൊടുത്തത്. ആ കുപ്പി പിൻവലിച്ചു. യഥാർത്ഥത്തിൽ അവിടെ കശുവണ്ടി മേഖലയെ കുറിച്ച് നടന്ന ചർച്ച, അതിന്റെ ഭാഗമായി നടന്ന പ്രമേയം, കൊല്ലത്തിന്റെ വികസനം, ഇതൊന്നും വരുന്നില്ല. കുപ്പി കൊടുക്കുന്നു, കുപ്പി കുടിക്കുന്നു, പിൻവലിക്കുന്നു, എന്തെല്ലാം കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പൊ അതിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ചിന്ത അവരോട് സംസാരിക്കാറുണ്ടോ? അങ്ങനെ വ്യക്തിപരമായിട്ട് കുറെ പേര് ഇപ്പൊ അറിയാവല്ലോ. ഇപ്പൊ മാധ്യമപ്രവർത്തകർ പലരും സുഹൃത്തുക്കളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്തറിയുന്നവരായിരിക്കാം. പിന്നീട് ഈ ഇത്തരം വാർത്തകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തതെന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ടോ? ഞാൻ ഇടയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ അങ്ങനെ വലുതായി ചെയ്തിട്ടില്ല. കൂടുതലും അവർ കൊടുക്കുന്ന വാർത്തകളിലെ ശകലങ്ങൾ എടുത്ത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ദുരുപയോഗം ചെയ്യുകയും മറ്റും ചെയ്തിട്ടുള്ളത്. എൻ്റെ പരിചയക്കാരായിട്ടുള്ളവരോട് നമ്മൾ സ്വാഭാവികം എല്ലാവരും തമ്മിൽ വളരെ സൗഹൃദമാണല്ലോ, ഞാൻ ചോദിക്കാറുണ്ട്. അടുത്തിടയ്ക്ക് ഞാനൊരു മാധ്യമ സുഹൃത്തിനെ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, കാരണം ഞാനൊരിക്കൽ DYFIയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ പോകും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചെടിച്ചട്ടി പൊട്ടിക്കിടക്കുന്നു. അതിൻ്റെ അടുത്തൊരു കുറിപ്പ് ഒരാൾ മതിലില്ല ഞങ്ങളുടെ ഓഫീസിന്. അത് പുതിയ ഓഫീസാണ്, യൂത്ത് സെൻറ്റർ. പക്ഷെ ഞങ്ങൾ ബോധപൂർവ്വം മതിൽ കെട്ടിയില്ല, കാരണം ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്. അപ്പം അവിടെ ഒരു ചട്ടി പൊട്ടിക്കിടക്കുന്നു. അതിൻ്റെ അടുത്തൊരു നല്ല മനോഹരമായൊരു കുറിപ്പും ഒരു 250 രൂപയും. അപ്പോൾ അതിൽ നിങ്ങളുടെ പൂച്ചട്ടി പൊട്ടിയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ഈ തുക അത് നികത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്കിത് എടുത്തു തരുന്നത് അവിടുത്തെ ഓഫീസ് സെക്രട്ടറിയാണ്, സുശാന്ത്. അപ്പോൾ സുശാന്തിൻ്റെ ഈ കുറിപ്പ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു നല്ല മാതൃകയാണ്. ഞാൻ ഇത് ഫോട്ടോ എടുത്തു ഫേസ്ബുക്കിലിട്ടു, ഇങ്ങനെ നല്ല മനുഷ്യരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇത് കള്ളക്കഥയാണ്, ഇത് ചുമ്മാതെ പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മാധ്യമ പ്രവർത്തകൻ, ഇങ്ങനെ കയറി കമൻറ്റ് ചെയ്തു, പുതിയ നാടകം എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ ഓർത്തു ഇദ്ദേഹം എന്താ ഇങ്ങനെ ചെയ്തതെന്ന്. പിന്നെ കുറേ നാളിന് ശേഷം ഇന്നലെയല്ല കുറച്ച് ദിവസമായി ഞാൻ കലോത്സവത്തിന് ചെന്നപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മോശമായി പോയത്. പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി ഞാൻ പറയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു യഥാർത്ഥ വാർത്തകൾ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, ഇത് കള്ളക്കഥയായിപ്പോയി, നിങ്ങൾ അങ്ങനെ കയറി പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. ചിലരോടൊക്കെ ചോദിക്കാറുണ്ട്. പിന്നീട് അവരവരുടെ ഒരു തൊഴിലാണല്ലോ ചെയ്യുന്നത്, പക്ഷെ അതിൽ എത്രത്തോളം വസ്തുതാപരമായ വാർത്ത കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവരുടെ കൂടി ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ഈ താഴെ വരുന്ന കമന്റ്സുകളൊക്കെ വായിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ വായിക്കാറില്ല. കാരണം അങ്ങനെ ഒരു കമന്റ് വായിക്കുക, അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി പൊതുവെ ഞാൻ സ്വീകരിക്കാറില്ല. പിന്നീട് യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് കോവിഡിൻ്റെ ടൈമിലൊക്കെ കമൻറ്റുകൾ നോക്കുമായിരുന്നു. കാരണം പലരും അതിൽ പല ആവശ്യങ്ങളുമായിട്ട്, രക്തം വേണം ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ മരുന്നുകൾ എത്തിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിടുന്ന പോസ്റ്റുകളുടെ താഴെ അത്തരം
കമൻറ്റുകൾ വരുന്നൊരു സമയമായിരുന്നു അത്. അന്ന് ഞാൻ കൃത്യമായി നോക്കുകയും അതിൽ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു വിഷയം നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് അതിന് റിപ്ലൈ കൊടുക്കുക, അതിനേക്ക് അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യാറില്ല. കൂടുതലും മറ്റു കാര്യങ്ങളുടെ തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ കമൻറ്റുകൾ നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഒരു രീതി നമുക്കറിയാമല്ലോ. ആദ്യത്തെ കുറച്ച് കമൻറ്റുകൾ എങ്ങനെയാണോ ആ ഒരു പാറ്റേണിലേക്ക് പോകും. പിന്നെ ചില കൂട്ടം ഇങ്ങനെ ഇരിപ്പുണ്ട്. നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ കട്ട് കോപ്പി പേസ്റ്റ് പോലെ വരും. അത് ഈ ഇടയ്ക്ക് എനിക്ക് രസം തോന്നിയത്, ആരൊക്കെയോ എന്നോട് പറഞ്ഞു, സ്ഥിരം ഒരു 10-20 പേരിടുന്നതാണ്, ഞാനും ഒരു സഖാവാണ് പക്ഷേ ഞാൻ വിമർശിക്കുന്നു എന്നും പറഞ്ഞു. അപ്പം ഇവരൊന്നും സഖാവും അല്ല, ഇതൊന്നും യഥാർത്ഥ ഐഡിയകളും അല്ല, ചുമ്മാ അതിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതൊരു ഒതൻറ്റിസിറ്റിക്ക് വേണ്ടി ഇവരിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് രസം തോന്നും. ഈ സ്ത്രീ എന്ന രീതിയിൽ ഇത്തരത്തിൽ നമുക്ക് കാണുമ്പോൾ ഇതിന് പരാതി കൊടുക്കണം, ഇതിനൊരു സ്റ്റോപ്പ് ഇടണം എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പിന്നെ ഒരുപാട് സമയത്ത് തോന്നിയിട്ടുണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ വരുമ്പോഴാണ്. അല്ലാതെ കേവലമായിട്ട് എന്നെ വിമർശിക്കുകയോ ഒന്നും ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഒരു പരാതിയിലേക്കൊന്നും പോകാറില്ല. പക്ഷേ വളരെ നമ്മുടെ ശരീരത്തെ ആക്ഷേപിക്കുക, നമ്മുടെ നിറം, നമ്മുടെ ചിരി, നമ്മുടെ പ്രായം, നമ്മുടെ നമ്മുടെ കുടുംബം എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആ വിമർശനങ്ങൾ വരുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പ്രയാസം തോന്നിയിട്ടുണ്ട്. ഞാൻ പരാതിയായി പോയിട്ടുണ്ട്. വി എസ് സഖാവിൻ്റെയും ഞങ്ങൾ കുറച്ച് വനിതാ ഇടതുപക്ഷ പ്രവർത്തകരുടെയും ചിത്രം വച്ചിട്ട് മോശമായി ഒരു പോസ്റ്റർ വരുന്നു. അതിനെതിരെ പരാതി കൊടുത്തു. പോലീസ് അത് അന്വേഷിച്ചിട്ട് അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്ത ആൾ വിദേശത്താണ്. അത് പിന്നെ ഷെയർ ചെയ്തവരെയൊക്കെ ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നിയമ നടപടികളുമായി പോകേണ്ട ഘട്ടത്തിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് തോന്നിയൊരു സമയമെന്ന് വെച്ചാൽ, ഞാനന്ന് MA കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു PhDക്ക് ജോയിൻ ചെയ്ത സമയം, SFIയുടെ കേന്ദ്ര കമ്മിറ്റി അങ്ങായി നിൽക്കുന്ന സമയം. ഒരു ദിവസം ഫോൺ എടുത്തപ്പം കുറേ മിസ് കോളും, അതൊക്കെ വിദേശ നമ്പറുകൾ, പുറത്തുനിന്നുള്ള നമ്പറുകൾ. ഞാൻ എടുത്ത് ഹലോ പറയുമ്പം പതിഞ്ഞ സ്വരത്തിൽ നമുക്ക് തിരിയുന്നില്ല, വളരെ പതുക്കെ ഹലോ ഹലോ ഇങ്ങനെ പറയുക. ഞാനവർക്ക് ഇതാരാ, വീണ്ടും കട്ട് ചെയ്യുന്നു, വിളിക്കുന്നു. ഒരു 10-15 കോളുകൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനിടയിൽ അടുപ്പിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ വരുന്നു. എടുക്കുമ്പോൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ ആരാ, എവിടാ. അപ്പം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആരെയാ വിളിച്ചത്? ഹലോ ഹലോ എന്ന് നമ്മൾ നല്ലതുപോലെ സംസാരിക്കുക. ഇവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു വഷളത്തരം ഫോണുകൾ. രാത്രിയായിട്ടും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പല ആളുകളാണ് വിളിക്കുന്നത്. അടുത്ത ദിവസം ഞാൻ അന്ന് DGPയെ പോയി കണ്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ പ്രയാസം എന്ന് പറഞ്ഞു. DGP ഉടൻ തന്നെ ശ്രീജിത്ത് സാറിനെ ശ്രീജിത്ത് IPSനെ കാണാൻ പറഞ്ഞു. അദ്ദേഹം അന്ന് എനിക്ക് തോന്നുന്നു സൈബർ ഡോമിൻ്റെ എന്തോ ചുമതലയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രിയെല്ലാം ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ട്രോമ, എന്തുവാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എടുക്കുന്നവരൊക്കെ നമ്മുടെ അടുത്ത് ഒരുമാതിരിയത്തെ ഒരു നീണ്ടു പോകുന്നില്ല, കാരണം ഞാൻ ഉടനെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാളല്ല, ചിലരോട് ഞാൻ പറയുന്നുണ്ട്, ഇത് ചിന്താ ജെറോമാണ്, SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, എന്താണ് വിളിച്ചത്? അപ്പോൾ ഇവർ ചിലരൊക്കെ സോറി മാഡം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പരാതി കൊടുത്തു. അപ്പോൾ പരാതി കൊടുത്ത് ഇവർ കണ്ടെത്തിയപ്പോൾ എന്താണ്, ഏതോ ഒരു സൈറ്റിൽ ഇതിനകത്ത് ഈ ഫോൺ നമ്പർ കൊടുത്തിട്ട് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുകയാണ് നമ്മുടെ. അപ്പോൾ ഇതിൽ പണ്ട് ട്രെയിനിനകത്തെ മൂത്രപ്പുരയ്ക്കകത്ത് നമ്പറുകൾ എഴുതി വയ്ക്കുന്ന രീതി ഉണ്ടല്ലോ, അതിന് സമാനമായൊരു രീതി. അന്ന് ഞാൻ SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി P. ബിജുവണ്ണനെ പോയി കണ്ടിട്ട് കരയുക. ഞാൻ പറഞ്ഞു, ബിജുവണ്ണ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബിജുവണ്ണൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് തന്നെ ഈ കോള് വരുക. അപ്പോൾ ബിജുവണ്ണൻ കൈ വിറച്ചുകൊണ്ട് ഈ ഫോൺ വാങ്ങിച്ചെടുത്തിട്ട് വിളിക്കുന്നവരെയൊക്കെ തെറി പറയുന്നുണ്ട്. തെറി മീൻസ് ആരടാ വിളിക്കുന്നത്, എന്താ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബുദ്ധിമുട്ട്. എന്തായാലും ശ്രീജിത്ത് സാറിനെ കണ്ടു. ശ്രീജിത്ത് സാർ ഇത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തി ഇട്ടത്. അപ്പോൾ തന്നെ അതിൻ്റെ നടപടികളെല്ലാം സ്വീകരിച്ചു. അപ്പം പിന്നീട് അടുത്ത ദിവസത്തിന് ശേഷം ആ ഫോൺ വിളികൾ അങ്ങ് നിന്നു. പക്ഷെ ഞാൻ ഒരു 2 ദിവസം അനുഭവിച്ചൊരു പ്രയാസം. അപ്പം മമ്മി പറഞ്ഞു, നീ നമ്പർ മാറ്റി പുതിയ സിം എടുക്കൂ. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ എൻ്റെ കോണ്ടാക്റ്റ് കുറേ
പ്രഗത്ഭരായ ആളുകളുടെ കയ്യിലുണ്ട്. അപ്പം അവരുടെയൊക്കെ കയ്യിൽ നിന്ന് കോണ്ടാക്ട് പോകുമല്ലോ എന്നൊക്കെ ഉള്ള, അന്ന് നമുക്കിങ്ങനെ എന്താണ് ഉടനെ തന്നെ എല്ലാവർക്കും അയക്കാൻ വാട്സപ്പ് പോലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അന്നേരം സിമ്മ് മാറ്റാനുള്ള സങ്കടം, ഈ നമ്പർ മാറുമല്ലോ. ഞാൻ അന്ന് തൊട്ട് എനിക്കൊന്ന് ഡിഗ്രി തൊട്ട് ഒറ്റ നമ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും 2 ദിവസം കൊണ്ട് അത് തീർന്നു എന്നുള്ളതാണ്. അപ്പോഴേക്കും അങ്ങനെ പോലും നമ്മളെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാലേ, ഒരു എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു പൊതുവിടത്തിൽ ഇടപെടുന്നു. അന്ന് യഥാർത്ഥത്തിൽ SFIയുടെ ഒരു വിദ്യാർത്ഥി പ്രവർത്തകയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ആ സമയത്ത് കുറച്ച് പൊതുയോഗ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുത്തിട്ടുള്ള സമയമൊന്നുമല്ല. പക്ഷേ എങ്കിലും ഇങ്ങനത്തെയൊക്കെ തരം താഴ്ന്ന പണികൾ കാണിക്കുക എന്നുള്ളതാണ്. ഇത് പലരും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ഇത്തരം നമ്പറുകളിലേക്ക് വിളിക്കാനായിട്ടൊക്കെ തോന്നുന്ന മാനസികാവസ്ഥയുള്ളവർ എത്ര ഫോണാണ് വന്നത്. അപ്പം അങ്ങനൊരു പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. മമ്മിയും ഞാനും അന്ന് ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് അതിൽ നിന്ന് അതിജീവിച്ചു. പക്ഷെ ഞാനിത് പറഞ്ഞപ്പോൾ പലർക്കും പല മാധ്യമ പ്രവർത്തകരായിട്ടുള്ള വനിതകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ചെയ്യുന്നവർക്ക് ഒരു പണിയില്ല, ഈ നമ്പർ അങ്ങ് അടിച്ചിട്ടാൽ മതി. അപ്പം അതിലൂടെ ഇങ്ങനെ വരുന്ന ഇത് തമിഴും ഒക്കെ ഉള്ള കോളുകൾ, മറ്റേ ഹിന്ദിയിൽ നിന്നൊക്കെ സംസാരിക്കുന്ന കോളുകളൊക്കെ വരികയാണ്. നമുക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. കാരണം നമ്പർ ആ സമയം യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ആയതിനു ശേഷം എല്ലാവർക്കും പ്ലാറ്റ്ഫോമിലുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു വളരെ നമ്മുടെ ഒരു ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കിടയിലും പിന്നെ കുറച്ച് ആളുകൾക്ക് അറിയാമായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്ന മാനസികാവസ്ഥ, അപ്പം ഒരു സ്ത്രീ അന്നേരം അനുഭവിക്കുന്ന ട്രോമ. അപ്പം ഇന്നലെ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നിങ്ങളെങ്ങനെയാണ് ഓരോ സമയത്തും അതിജീവിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എപ്പോഴും പോയി ആശ്രയിക്കാൻ പാർട്ടി എന്ന് പറയുന്നൊരു വലിയ ഇതുണ്ട്. അപ്പം അന്ന് തന്നെ നേരെ SFI ഓഫീസിൽ പോകുന്നു, ബിജു അണ്ണനോട് പറയുന്നു. ബിജു അണ്ണൻ അപ്പം അത് ഇടപെടുന്നു, DGPയെ കാണാൻ പറയുന്നു, നമ്മൾ പോകുന്നു എന്നാണ്. പക്ഷെ ഒരു പെൺകുട്ടിയെ പ്രയാസപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മാർഗങ്ങൾ ഉണ്ട് എന്നന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മളതിന് ഏറ്റവും ലേറ്റസ്റ്റ് ലെവലിൽ നിൽക്കുകയാണല്ലേ ഹണി റോസിന്റെ പരാതി. സത്യം. അത് നമുക്ക് ചിന്തിക്കുന്നതിന് അതിനെ ന്യായീകരിക്കുന്നവരുണ്ട്, ഇല്ലാന്നല്ല, 2 ഭാഗവും പറയുന്നവരുണ്ട്. പക്ഷെ എന്നാലും ചെയ്തത് തെറ്റാണ്. അതിൽ 2 ഭാഗമേ ഇല്ല, അതാണ് യാഥാർത്ഥ്യം. പക്ഷെ എങ്ങനെ നമുക്ക് അതിനകത്ത് ആ കലാകാരിയെ വിമർശിക്കാൻ കഴിയുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നു, അത് അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ. അതിനകത്ത് കയറി അതൊക്കെ ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ ഒക്കെ വിമർശനം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി എല്ലാവരും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാട് പറഞ്ഞാൽ കുറച്ച് ഒരു ശ്രദ്ധ കിട്ടും എന്നൊക്കെ കരുതി പുള്ളി പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയുടെ അദ്ദേഹത്തെ നമ്മൾ പല വേദികളിലും ചാനൽ ചർച്ചകളിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടൊക്കെ ഇത്രമാത്രം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രാഹുലിൻ്റെ ഭാര്യ ദീപയായാലും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പം നമ്മൾ പരിപാടികൾക്ക് പോകുമ്പോഴെല്ലാം കാണാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം എടുത്തൊരു സ്റ്റാൻഡ്, ഇത്തരത്തിൽ വസ്ത്രധാരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന അങ്ങേയറ്റം പിന്തിരിപ്പനായിട്ടുള്ള ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വളരെ അദ്ദേഹം ചില മാന്യത എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് ആ മാന്യത എന്നുള്ള നറേഷൻ തന്നെ എന്താണ് എന്നുള്ളത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലാണല്ലോ. എന്താണ് സദാചാരം, എന്താണ് മാന്യത. ഞാൻ ധരിക്കുന്ന വസ്ത്രം ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ മറ്റൊരു ഇടത്തിലേക്ക് പോകുമ്പോഴോ മറ്റൊരു കൂട്ടത്തിന്റെ ഇടയിലേക്ക് പോകുമ്പോഴോ അത് നോർമലായി ബോഡി ഷേമിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലുത്. നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. അതിൽ അവർ വളരെ ബോൾഡായിട്ട് നിലപാടെടുത്തു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പുതിയ താരങ്ങൾ എസ്തർ ആയാലും അനശ്വര ആയാലും ഒക്കെ പറയുന്നുണ്ട് ഈ ക്യാമറ ആംഗിളുകളെ പറ്റി. നമ്മളൊരു പബ്ലിക് ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഓഡിയൻസിനെല്ലാം നമ്മളുമായി നല്ലതുപോലെ സംസാരിച്ച് നമ്മൾ ആ ചടങ്ങ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നു കഴിയുമ്പം
ഫേസ്ബുക്കോ ഇൻസ്റ്റയോ എടുത്ത് നോക്കുന്ന സമയത്ത് വരുന്ന ഞെട്ടിപ്പോകുന്നത് ഏതൊക്കെ ആംഗിളുകളിൽ നിന്നും ആണ് ഈ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം അത് കാണുമ്പോഴാണ് അത് കാണുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിലേക്കും ഇത്തരം കാര്യങ്ങൾ പോകുന്നു. ഇന്നലെ ഇപ്പം നടി സുചിത്രയെ വേറൊരു പരാമർശം നടത്തി. അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായാൽ സ്പോട്ടിൽ തന്നെ നമ്മൾ പ്രതികരിക്കണം, അല്ലാതെ ഒരു വർഷം കഴിഞ്ഞിട്ടല്ല പരാതി കൊടുക്കേണ്ടത് എന്നാണ് അവരുടെ ഭാഗം അവർ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ അവർ സംസാരിച്ചതാണ്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് എപ്പോഴും ഒരിക്കലും ഒരു സ്ത്രീക്ക് ആ സമയത്ത് തന്നെ റിയാക്ട് ചെയ്യണമെന്നില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ എല്ലാ സ്ത്രീകൾക്കും. അത് സെലിബ്രിറ്റി ആയിക്കോട്ടെ, കളക്ടർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഏത് ലെവലിലുള്ള ഏത് രംഗത്ത് ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിലും അപ്പൊ തന്നെ പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പല ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ നമുക്ക് ചുറ്റും. കാരണം നമുക്കിപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു, അപ്പൊ ആ സമയത്ത് അത് എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്ക് കുറച്ചുകൂടി അത് സ്ത്രീ തന്നെയാണ് പറയുന്നത് നമ്മളെ അതിശയിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ ഹണി റോസ് തന്നെ പറഞ്ഞു, ആ വേദിയിൽ ഇദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളുടെ അർത്ഥം, ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ അർത്ഥം ആ ഒരു ഇതിൻ്റെ ഇടയിൽ അവർക്ക് ആദ്യഘട്ടത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം അവിടെ പറയുന്നു അതൊരു വലിയ മാസ് അവിടെയുണ്ട്, ഓഡിയൻസ് ഉണ്ട്, അപ്പോൾ അവരുടെ കരഘോഷങ്ങൾ, അവരുടെ ഒരു തിരക്ക്, പിന്നെ ആ ഒരു ഉദ്ഘാടനം, അതിൻ്റെ ഒരു ആംബിയൻസ്, അതിലൊക്കെ അവർ നിൽക്കുകയാണ്. അപ്പം ഇദ്ദേഹം അവിടെ അങ്ങനെ ഒരു പരാമർശം നടത്തും എന്നാരും ചിന്തിച്ചിട്ടല്ലല്ലോ നമ്മൾ അവിടേക്ക് ആ ഉദ്ഘാടന വേദിയിലേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു അതിനെ ഒരു നിഷ്കളങ്കമായി നല്ല അർത്ഥത്തിൽ തന്നെ ആ കുട്ടി എടുക്കുന്നതായിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ കാണുന്നത്. അവർ വളരെ വിനയത്തോടും വളരെ ഹമ്പിളായി കാര്യങ്ങളെ കൈകാര്യം ചെയ്തു പോകുന്നു. പിന്നീടാണ് ഇവർക്ക് ഇതിൻ്റെ ഭാഗമായി വരുന്നത് ഇത് എങ്ങനെ വഷളത്തരമാണ്, ഈ വഷളത്തരം എൻജോയ് ചെയ്യപ്പെടുന്നു, ഷെയർ ചെയ്യപ്പെടുന്നു. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് നടത്തുന്ന വിശദീകരണങ്ങളിൽ കൂടുതൽ വഷളത്തരങ്ങൾ പറയുന്നു, ആഭാസത്തരങ്ങൾ പറയുന്നു. അതിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ പരാതി കൊടുത്ത് മുമ്പോട്ട് പോയി എന്ന് പറയുന്നത് അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അപ്പം അന്നേരം തന്നെ കൊടുക്കാഞ്ഞത് എന്താണ്? നിങ്ങൾ അപ്പോൾ പ്രതികരിക്കും. എല്ലാം കറങ്ങിത്തിരിഞ്ഞ് സ്ത്രീയുടെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുന്നു, വീണ്ടും അവിടെ തന്നെ അപ്പൊ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണമാണ്, അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്ന. അതിപ്പം പീഡനം നടന്ന് സ്ത്രീ കൊല ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ പോലും അത് ഉണ്ടായിട്ടുണ്ട്. നിർഭയയുടെ കാര്യത്തില് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യുന്ന ഒരു നാട്ടില് ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓർത്തുകൂടെ? അപ്പം അങ്ങനെ വസ്ത്രധാരണം കൊണ്ടല്ല, അല്ലെങ്കിൽ രാത്രി യാത്ര ചെയ്യുന്നത് കൊണ്ടല്ല സ്ത്രീ കൊല ചെയ്യപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു കവിത ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ റേപ്പിന് വിധേയായ ഒരു വിദേശ വനിതയാണ്. എനിക്ക് എൻ്റെ എക്സാക്റ്റ് വരികൾ ഓർമ്മയില്ല, പക്ഷെ എൻ്റെ ഒരു ആശയം ഇങ്ങനെയാണ്. അവർ പറയുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കാൻ വന്ന മനുഷ്യൻ്റെ വസ്ത്രം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അന്ന് എന്നെ ഉപദ്രവിച്ച ആളുടെ വസ്ത്രം പാൻറ്റും ഷർട്ടുമായിരുന്നു. അപ്പം എന്നെ പീഡിപ്പിക്കാൻ കാരണമായ വസ്ത്രമെന്ന് പറയുന്നതിന് ഒന്നേ ഉള്ളൂ, അത് പാൻറ്റും ഷർട്ടും ഇട്ട് വന്ന ആളാണ് എന്നെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ വസ്ത്രധാരണമല്ല, അദ്ദേഹമാണ് എന്നെ പീഡിപ്പിച്ചത് എന്ന നിലയിൽ. അത് ഞാനിപ്പോൾ അതിൻ്റെ ആശയം പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ സ്പർശിക്കുന്ന ഒരു കവിതയാണ്, ഒരു റേപ്പ് വിക്റ്റിമായിട്ടുള്ള ഒരു സ്ത്രീ എഴുതിയ കവിതയാണ്. എത്രയോ നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇവർ പറയുന്നതിനൊക്കെയുള്ള മറുപടികൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലത്തും സ്ത്രീയെ ഇങ്ങനെ പ്രതിക്കൂട്ടി നിർത്താനുള്ള ശ്രമം, പെണ്ണിനെ മഴയത്ത് നിർത്തുക, ഇതൊക്കെ അനുഭവിച്ചോളൂ, നിങ്ങൾ മിണ്ടാതിരിക്കൂ, നിങ്ങൾ ഒന്നുകൂടി ഒതുങ്ങൂ, അല്ലെങ്കിൽ നിങ്ങളങ്ങ് വീട്ടിലിരിക്കൂ എന്നൊക്കെ പറയുന്നൊരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മളങ്ങനെ ഭയപ്പെട്ട് പോകേണ്ടതില്ല. പുതിയ തലമുറ പോകുമെന്നാരും പ്രതീക്ഷിക്കുകയും വേണ്ട. ഇല്ല, അതിൽ പുതിയ തലമുറയിൽ പുരുഷന്മാർക്കും കുറേ മാറ്റങ്ങൾ വന്നു, നല്ല മാറ്റം വന്നു. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ചിന്തിക്കുന്ന, എല്ലാ വിഷയങ്ങൾക്കകത്തും സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന ഒരുപാട് ആൺ സുഹൃത്തുക്കളും ആൺകുട്ടികളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇൻസ്റ്റയിലെ തലമുറയെ നോക്കിയാൽ അവിടെ നമ്മൾ കാണുന്നത് അവർ വളരെ ജെൻഡർ സെൻസിറ്റൈസേഷൻ്റെ ഒരു തലത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് പറയുക, ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കൂടുതൽ അവർക്ക് കൂടി സ്പേസ് കൊടുക്കുക,
അത്തരം ഒരു സുഹൃത്ത് വലയങ്ങളിലൂടെ കടന്നു പോവുക, അങ്ങനെയൊക്കെ പുതിയ തലമുറ ഇപ്പം ജെൻ ഇസഡ് ഒക്കെ വരുമ്പോഴത്തേക്കും വലിയ ചേഞ്ച് സംഭവിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പം ആ തലമുറയ്ക്കൊപ്പം പോകാനാണ് ശരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ വളരെ വിശാലമായിട്ട് മാറുകയാണ്. ആൺപെൺ സൗഹൃദങ്ങൾ, അവരുടെ കൂട്ടായ്മകൾ, അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഇപ്പോൾ കോളേജ് യൂണിയൻ്റെ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ തന്നെ മിക്സഡ് കോളേജുകളിൽ പോലും ഫുൾ പാനല് പെൺകുട്ടികൾ നയിക്കുന്നത് എത്രയോ ഇടത്ത് കാണും. ഞാൻ പണ്ട് കോളേജിലൊക്കെ ചെല്ലുന്ന സമയത്ത് വൈസ് ചെയർപേഴ്സൺ മാത്രമാണ് ഗേൾ മത്സരിക്കുക. പിന്നീട് ജനറൽ സീറ്റുകളിലൊക്കെ പെൺകുട്ടികൾ വരുന്നത് എല്ലാ സഭയായാലും കെ സി ആയാലും ABVP ആയാലും മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിരുന്നു. പിന്നീടാണ് ഒന്നുകിൽ അല്ലേ ഒരു മാഗസിൻ എഡിറ്റർ അല്ലെങ്കിൽ ഒരു UUC അങ്ങനെയൊക്കെ വരും. അത് തന്നെ പലപ്പോഴും നിർബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കും അവിടെ കൊണ്ട് ഒക്കെ ആയിട്ട് വരും. ഇപ്പൊ അങ്ങനല്ല, പെൺകുട്ടികൾ മുന്നോട്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ ചെയർപേഴ്സണെ ഞാൻ ഇന്നലെ കണ്ടു, പെൺകുട്ടിയാണ്. ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിൽ മഹാരാജാസിൽ പെൺകുട്ടി വന്നു. പലയിടത്തും നമ്മൾ കാണുന്നു. പിന്നെ ഫുൾ പാനൽ പെൺകുട്ടികൾ മാത്രം യൂണിയനിൽ. മിക്സഡ് ക്യാമ്പസാണ്, അവർ പരിപാടികൾ നടത്തുന്നു. അപ്പം അങ്ങനെ ഒരു ആൺപെൺ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാവർക്കും സ്പേസ് കിട്ടുന്ന ഒരു ഇടമായിട്ട് നമ്മുടെ നാട് മാറുന്നു എന്നുള്ളത് വളരെ ഈ SFI കാലഘട്ടം മുതൽ ചിന്ത എപ്പോഴെങ്കിലും സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് മാത്രം ഇപ്പൊ SFIയിൽ ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട്. ചിന്തയ്ക്ക് മുൻപും ചിന്തയ്ക്ക് ശേഷവും ഞാൻ പറയാം, അതുപോലെ വ്യത്യാസം വന്നിട്ടുണ്ട് SFI കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ SFIയുടെ ഒരു മൊത്തം എടുത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ കൂടുതൽ പ്രവർത്തന രംഗത്തേക്ക് വരുന്നു. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ പെൺകുട്ടികളൊന്നും നേരിടാത്ത തരത്തിൽ സ്വയം നമ്മൾ ആത്മവിമർശനമായിട്ടൊക്കെ ഇത്രയധികം വിമർശനങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ നേരെ വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല, കുറേ പേര് ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ആര്യ എടുത്ത് നോക്കൂ. ആര്യ എനിക്ക് ശേഷം വന്ന കുട്ടിയാണ്. ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ ചെറുപ്പം തൊട്ടേ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നതാണ്. പക്ഷെ തിരുവനന്തപുരത്തിന് മേയറാകുന്ന ഘട്ടത്തിൽ ആര്യയെ പിന്നീട് ഏതെല്ലാം തരത്തിൽ ആക്രമിക്കുന്നു എന്നുള്ളത്. അപ്പം നമ്മളെല്ലാവരും ഏറെ ബഹുമാനിക്കുന്ന ശ്രീമതി ടീച്ചറായാലും ശൈല ടീച്ചറായാലും നമ്മുടെ മുതിർന്ന തലമുറ അവരും വേട്ടയാടപ്പെടുകയാണ്. ഇപ്പം ശ്രീമതി ടീച്ചറിനെ കുറിച്ച് എന്തെല്ലാം കള്ളാരോപണങ്ങൾ നടത്തി. ടീച്ചറിൻ്റെ മകന് മരുന്ന് കമ്പനി ഉണ്ട് എന്ന് വരെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ തലങ്ങളിൽ ഓരോരുത്തരെ വിമർശിക്കുകയാണ്. എൻ്റെ കൂടുണ്ടായിരുന്ന സമകാലികരായിട്ടുള്ള SFIയുടെ പ്രവർത്തകർ, അവർക്കും ഈ പ്രയാസം നേരിട്ടിട്ടുണ്ട്. ഇപ്പം ഓരോ കുട്ടികൾക്കും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ഇപ്പം ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന സഖാക്കളുടെ പാർട്ട്നേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളികളായിട്ടുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഹീം സഖാവിൻ്റെ ജീവിത പങ്കാളിയാണ് അമൃതയും ഞാനും ഒക്കെ ഒരുമിച്ച് SFI കാലത്ത് ഒരുമിച്ചുള്ളതാണ്. അപ്പം റഹീം സഖാവിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമൃതയുടെ പല കാര്യങ്ങളും എടുത്ത് അവരെ വിമർശിക്കുക, അവരെ ഇതേപോലെ അവർ പരാതികളുമായി ഒരുപാട് ഘട്ടങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇത് കേവലം എനിക്ക് നേരെ മാത്രം ഉള്ളതാണ് എന്നുള്ളത്. പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നേരെ, അത് രാഷ്ട്രീയം മാത്രമല്ല, കലയായാലും സിനിമയായാലും എല്ലാം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ട്രോൾ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാത്രമല്ല, ഈ പാർട്ടിക്കകത്തും ചില ആളുകൾ ചിന്തയുടെ പ്രസംഗ രീതിയാണോ ഇനി അറിയില്ല എനിക്ക്. ചില ആളുകൾക്ക് ചിന്തയെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, ഇഷ്ടമുള്ള ആളുകൾ, എല്ലാവർക്കും ഉണ്ട്. അത് ചിന്തയ്ക്ക് മാത്രമല്ല. പക്ഷെ ചിന്ത പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇഷ്ടമില്ലാത്ത കുറേ ആളുകൾ സംസാരിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഹേറ്റേഴ്സ് എന്നൊരു ഗ്രൂപ്പ് രൂപപ്പെടുമ്പോൾ നമുക്ക് സ്വയം തോന്നുമല്ലോ, എന്തുകൊണ്ടായിരിക്കും എന്നോട് മാത്രം, ഞാൻ പറയുന്ന വാക്കുകളാണോ പ്രശ്നം? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ശൈലി അല്ലെങ്കിൽ ദൂരെ നിന്ന് അത് കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത രീതിയിൽ സംസാരിക്കുന്നു എന്നൊക്കെ തോന്നുന്നതായി ചിലർ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അത് ശരി, നമുക്കങ്ങനെ ഒരു ഉറപ്പായിട്ടും അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിമർശനമാണല്ലോ. അപ്പം കുറേ നാളായി ചെറുപ്പം തൊട്ട് രൂപപ്പെട്ടു വന്നൊരു ശൈലിയാണ്. ഞാൻ സാധാരണ സംസാരിക്കുന്ന പോലെ അല്ല പ്രസംഗിക്കുമ്പോൾ.
അതെനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ലല്ലോ, നമ്മൾ എനിക്ക് ആരായാലും തോന്നുന്നു കുറച്ചും കൂടി SFIയിലുള്ള ആളുകൾക്ക് കുറച്ച് ആ ശൈലി ഉള്ളതായിട്ട് തോന്നുന്നു. ഞാൻ ജയിക്കിനോട് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചു. ഇത് എവിടെ നിന്നാണ് ഈ ശൈലി പകർന്നു വരുന്നത് എന്നുള്ളത്. അത് എല്ലാവരും ഇപ്പം നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്തൊരു മാറ്റം വരും. അത് ബോധപൂർവം ചെയ്യുന്നതല്ല, പക്ഷെ ആ ഒരു ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം തൊട്ടേ മത്സരങ്ങൾക്കൊക്കെ പോകും, പ്രസംഗ മത്സരങ്ങൾക്ക്. LKG മുതൽ പ്രസംഗിച്ച ഒരാളല്ലേ. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ മത്സരങ്ങൾക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൈക്ക് കാണത്തില്ല, അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെ പിടിച്ചിരുത്തണം. അവർ ചിലപ്പോൾ ബഹളം വയ്ക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ കുറച്ച് ഒച്ചത്തിൽ പറഞ്ഞ് ആധികാരികമായി പറഞ്ഞ് അവരുടെ പരസ്പര സംഭാഷണങ്ങൾ അവര് സ്റ്റോപ്പ് ചെയ്ത് നമ്മളെ നോക്കേണ്ട വിധത്തിലേക്ക് മാറ്റണം. അപ്പൊ അതുകൊണ്ടൊരു 50-50 60 പേരോട് സംസാരിക്കുമ്പോൾ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്. അപ്പം ആ സ്ട്രെയിനിലാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. അത് വീഡിയോ ആയി പുറത്തു വരുമ്പം കേൾക്കുന്നവർ നോക്കുമ്പം ഇത്ര സ്ട്രെയിൻ എടുത്ത് പറയണോ അല്ലെങ്കിൽ ഇങ്ങനെ. അത് യഥാർത്ഥത്തിൽ പൊതുയോഗ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ എടുക്കുന്നൊരു അത് ബോധപൂർവം ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരു ചേഞ്ച് ചെയ്യുന്നതല്ല, നമ്മുടെ ഒരു ശൈലിയാണ്. അത് വീഡിയോകളിൽ കേൾക്കുമ്പോൾ ചിലപ്പം ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ വലിയ അഭിമാനമാണ്. എന്നെ നേരിട്ട് കണ്ട് പരിചയപ്പെടുന്നവരെല്ലാം പറയാറുണ്ട്, ഞങ്ങൾ വിചാരിച്ചതുപോലെ അല്ലല്ലോ എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ഭാഗത്ത് സന്തോഷവും തോന്നും, മറുഭാഗത്ത് അയ്യോ അപ്പോൾ വിചാരിച്ചത് മോശമായിട്ടാണല്ലോ എന്ന് തോന്നും. പക്ഷേ അതൊന്നും കാര്യമില്ല. കാരണം നമ്മളെ അറിയാത്തവരുടെ അടുത്ത് നമ്മൾ എല്ലാവരെയും പോയി നമുക്ക് കൺവിൻസ് ചെയ്ത് തിരുത്തി എല്ലാവരുടെയും മുമ്പിൽ നല്ല കുട്ടിയായിട്ടിരിക്കുക എന്നൊന്നും നമ്മൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. അതുപോലെ നമ്മൾ ഈ പറയുന്ന ചില കാര്യങ്ങളിൽ തെറ്റ് സംഭവിക്കാറുണ്ട് അല്ലെ. ചിന്ത പറയുന്നത് അതിനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടാറുമുണ്ട്. അങ്ങനെ വിമർശനാത്മകമായും അല്ലാതെയും ഒക്കെ അതിനെ ട്രോളൊക്കെ ഇപ്പോഴാണല്ലോ വരുന്നത്. അതിനു മുമ്പ് നമ്മൾ കുറേയും കൂടി അതിനെ ഏതൊക്കെ തരത്തിൽ കളിയാക്കലുകളാണല്ലോ ആദ്യം. ട്രോൾ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വേർഷനും കൂടെ വന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളായ ആളുകൾ പോലും ചിന്തയോ ആ പെണ്ണ് അങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പാർട്ടിയും പാർട്ടി ബന്ധുക്കളും പാർട്ടി അനുഭാവികളും എല്ലാം വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ്, എന്നോടൊന്നല്ല ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ സ്ത്രീകളോടും എല്ലാ മനുഷ്യരോടും ഇടപെടുന്നത്. ഇത് പാർട്ടി ആണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. അപ്പോൾ പാർട്ടിക്കകത്ത് അങ്ങനെ യാതൊരു പ്രയാസവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ബോധപൂർവമായൊരു വിഭാഗം അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അതായത് ചില പ്രൊഫൈലുകൾ ഉണ്ടാക്കുക. ഇപ്പോൾ ചുവന്ന സൂര്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടിൻ്റെ പേര് വെച്ചിട്ട് അവിടുത്തെ സഖാക്കൾ, ഇവരൊന്നും സഖാവും അല്ല, ഇവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരും അല്ല, ഇവരൊന്നും എന്താണ് പറയേണ്ടത് മനുഷ്യത്വപരമായ അഭിപ്രായങ്ങൾ പറയുന്നവരേ അല്ല. ഈ ഒരു പ്രൊഫൈൽ നെയിമുകൾ ഉണ്ടാക്കി ഫേക്കായിട്ട് ഞങ്ങൾ സഖാവാണ്, പക്ഷെ ഞങ്ങൾ സഖാക്കളെ വിമർശിക്കുന്നു, ഞങ്ങൾ ഇത് ചെയ്യുന്നു. അപ്പം ഇത് കാണുന്ന നിഷ്കളങ്കരായ മനുഷ്യരിപ്പോൾ പറഞ്ഞതുപോലെ വിചാരിക്കും, കണ്ടില്ലേ അവരുടെ ആളുകൾ വരെ അവരെ എതിർക്കുകയാണ്. അപ്പം ഇത് ബോധപൂർവമായി എതിർ പാളയത്തിൽ നിന്നും പെയ്ഡായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് ഒരു പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലമാണല്ലോ. അപ്പം സോഷ്യൽ മീഡിയക്കകത്ത് ഇത്തരത്തിൽ പെയ്ഡ് പ്രൊമോഷനുകളോടൊപ്പം തന്നെ സൈബർ കൊട്ടേഷനുകളും ഉണ്ട്. മറ്റൊരാളെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കാം. അപ്പം ഞങ്ങൾ നിങ്ങളുടെ സഖാക്കൾ തന്നെ നിങ്ങളെ വിമർശിക്കുന്നു എന്നൊരു സംഭവം ഉണ്ടാക്കി പുറത്തേക്ക് വിടുക. അപ്പം ഇത് കാണുമ്പോൾ ആളുകൾ അവരുടെ ആളുകൾക്കുള്ളിൽ തന്നെ നിങ്ങളോട് എതിർപ്പുണ്ടല്ലോ. ഞങ്ങളുടെ വിമർശനങ്ങൾ ഞങ്ങൾ എവിടെ ഉന്നയിക്കാറുള്ളത്? ഞങ്ങളുടെ കമ്മിറ്റികൾക്കകത്ത് ദൈനംദിനം നവീകരിക്കപ്പെടുകയാണ് ഓരോ സഖാവും. ബ്രാഞ്ച് തലം മുതൽ ഓരോ വ്യക്തികളെയും വിമർശിക്കുകയും സ്വയം വിമർശനം നടത്തുകയും ചെയ്യുക. വിമർശനവും സ്വയം വിമർശനവുമാണ് ഈ പാർട്ടി ശരീരത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് ഞങ്ങൾ വിധേയരാകാറുണ്ട്. നമ്മുടെ ഘടകം ഏതോ ആ ഘടകത്തിൽ യാതൊരു തരത്തിലുള്ള പരിഗണനയും ഇല്ലാതെ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയരാകാറുണ്ട്. അതുപോലെ എപ്പോഴെങ്കിലും ചിന്തയോട് പറഞ്ഞിട്ടുണ്ടോ പാർട്ടി ചിന്ത ഇനി പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ കുറെയൊക്കെ ഒരു ലിമിറ്റ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കരുതെന്ന് എപ്പോഴെങ്കിലും പാർട്ടി ശാസിക്കേണ്ട ഒരു ഘട്ടം വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊരു അവസ്ഥയും എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. കാരണം
വിമർശനങ്ങളും സ്വയം വിമർശനവും പാർട്ടി ഘടകത്തിനകത്തുണ്ടാകുന്നത് നമുക്ക് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നതല്ല ഞാൻ. പക്ഷേ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു തരത്തിലും എൻ്റെ അടുത്ത് ഒരു വിമർശനമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന നിലയിലേക്ക് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ പലപ്പോഴും നമ്മളെ നവീകരിക്കാൻ വേണ്ടി, നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി മുതിർന്ന നേതാക്കന്മാർ എനിക്ക് പലപ്പോഴും മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ഞാൻ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് വിളിച്ച് എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ പലയിടത്തും അവതരിപ്പിക്കാറുണ്ട്. ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കേണ്ടത് ഈ വിഷയം സംസാരിക്കുന്നതിന്, അങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അല്ലാതെ ഒരു എന്താണ് പറയേണ്ടത്, ഒരു തെറ്റായ പ്രചരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നതിനപ്പുറം പാർട്ടിയുടെ ഒരു രീതിയും ശൈലിയും അറിയാത്തവരാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഘടകങ്ങളിൽ കൃത്യമായ ചർച്ചകളും വിമർശനങ്ങളും, വിമർശനത്തോടൊപ്പം തന്നെ സ്വയം വിമർശനമാണ്. വിമർശനത്തെക്കാൾ കൂടുതൽ സ്വയം വിമർശനത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരാളെ വിമർശിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഓരോ കമ്മിറ്റിക്ക് പോകുമ്പോഴും നമ്മളൊക്കെ സ്വീകരിക്കുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റിയിൽ നമ്മൾ എടുക്കുന്ന അജണ്ടകളിൽ അല്ലെങ്കിൽ മുമ്പ് നടത്തിയ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾക്കകത്ത് എനിക്ക് വീഴ്ച പറ്റി അതാദ്യം നമ്മൾ പറയുന്നു. അതിനുശേഷമാണ് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ഘടകത്തിലുള്ള സഖാവിൻ്റെ പരിമിതികളെക്കുറിച്ച് വിമർശിക്കുന്നത്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ വളർന്നു വരികയും നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ SFIയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ പുതിയ അനുഭവങ്ങളാണ്. കാരണം ഒരേ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നവരെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് പറയണ്ട, എൻ്റെ കൂട്ടുകാരനല്ലേ, എൻ്റെ കൂട്ടുകാരിയല്ലേ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്തായിരിക്കുമ്പോഴും നിങ്ങൾക്കൊരു തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നപ്പോഴാണ്. അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ വിമർശിക്കുമ്പോൾ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ എന്നൊരു തോന്നലല്ല വരുന്നത്. ഞാൻ നന്നാവാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബന്ധം, അതാണ് സഖാക്കൾ തമ്മിലുണ്ടാകുന്ന ഒരു ആ കോംറേഡ്ഷിപ്പ് എന്ന് പറയുന്നത്. അതെനിക്ക് വലിയൊരു സന്തോഷമാണ്. ഈ ഒരു പ്രയാസമുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ പാർട്ടിക്കുള്ളിൽ ആരാണ് ചിന്ത ഏറ്റവും സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു നേതാവ് ആരാണെന്ന് പറയാൻ പറഞ്ഞാൽ? പ്രയാസമൊന്നുമില്ല, മുഖ്യമന്ത്രി തന്നെയാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഉത്തരവാണ് അതിൽ. എനിക്ക് കുട്ടിക്കാലം മുതൽ TV യിൽ കാണുമ്പോൾ മുതൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതും ഈ നിമിഷവും ഞാൻ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്ന ആ കരിസ്മയുള്ള നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പിണറായി സഖാവ് വൈദ്യുതി മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി ചുമതല എടുക്കുന്നു എന്ന വാർത്ത കാണുന്നത്. അപ്പം ഞാൻ പോയി പപ്പായോട് ചോദിച്ചു, പപ്പ മന്ത്രിയെക്കാളും വലുതാണോ പാർട്ടി സെക്രട്ടറി എന്ന് ചോദിച്ചു. അതെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലന്ന് അത്ഭുതമാണ്, മന്ത്രിയുടെ പദവിയൊക്കെ കളഞ്ഞിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പം അന്ന് പപ്പ ഒരു കൊച്ചുകുട്ടിക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നീട് പല സമയത്തും TV യിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ TV കാണുമ്പോഴൊക്കെ സത്യത്തിൽ നമുക്ക് അതിശയം തോന്നും. ഞാൻ TV യിൽ പിണറായി സാറിനെ കാണുമ്പം ഞാൻ ഇങ്ങനെ അടുത്തോട്ട് പോയി നിന്ന് നോക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്. അദ്ദേഹം ഇങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ ഷാർപ്പായിട്ടുള്ള വാക്കുകളൊക്കെ പറയുമല്ലോ, അപ്പം ഭയങ്കര ഒരു ഇഷ്ടം തോന്നാറുണ്ട്. ആദ്യമായിട്ട് നേരി കാണുന്നത് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നപ്പം ഇദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് AKG സെൻറ്ററിൽ പോയി. അപ്പം ബിജു അണ്ണൻ, നമ്മുടെ ബിജു അണ്ണനോട് പറഞ്ഞത് നിങ്ങൾ പോയി ക്ഷണിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിണറായി സാറിനെ കാണാൻ പോവാണോ എന്ന് പറഞ്ഞ ആ ഒരു അത്ഭുതത്തിൽ AKG സെൻറ്ററിൻ്റെ സ്റ്റെപ്പൊക്കെ കയറി മേളിൽ ചെന്ന് ആ റൂമിൽ പിണറായി സാർ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അകത്തേക്ക് ചെന്നപ്പം ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു സർവകലാശാല യൂണിയൻ്റെ ഉദ്ഘാടനത്തിന് ഒരു ഉദ്ഘാടനമാണ്, അപ്പോൾ അതിന് ആളെ ക്ഷണിക്കണം, അതിലേക്ക് വന്നതാണ്, അപ്പം സഖാവ് കാണുമോ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു അതിന് വിളിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഔദ്യോഗിക പദവിയിലിരിക്കുന്നത്. സർവകലാശാല യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ചിലപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് SFIയുടെ പാനലിലായിരിക്കും, പക്ഷേ നിങ്ങൾ യൂണിയൻ ചെയർപേഴ്സൺ ആയി കഴിഞ്ഞാൽ അത് മുഴുവൻ വിദ്യാർത്ഥികളുടെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, മുഖ്യമന്ത്രിയെ സമീപിക്കൂ, VS വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം
ഞാൻ അന്ന് ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുക. അപ്പം അന്ന് മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ 2 ചേരി VS പിണറായി എന്നൊക്കെ പറഞ്ഞാണല്ലോ വാർത്തകൾ വരുന്നത്. അപ്പം ഞാൻ എന്നിട്ട് അപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഈ മാധ്യമങ്ങളുടെ പൊള്ളത്തരം ആദ്യം അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നത്. ഞാൻ പറഞ്ഞു, പിണറായി സാർ നമ്മളോട് പറയുന്നത് മുഖ്യമന്ത്രിയെ ക്ഷണിക്കാനാണ്. അപ്പം അങ്ങനെ പറഞ്ഞൊരു അന്നേരമൊക്കെ നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻ്റ് എന്നല്ല, എന്താ പറയേണ്ട, ആ ഒരു ആരാധന ഇങ്ങനെ കൂടി വരുന്നൊരു ഘട്ടമാണ്. പിന്നെ ഒരുപാട് പരിപാടികളിൽ അദ്ദേഹവുമായി പങ്കിടാൻ അവസരം കിട്ടി. യൂത്ത് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയതിനു ശേഷം ഞാൻ കാണാൻ ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഗവേഷണം അവസാനിപ്പിക്കരുത്, അത് തുടരണം എന്ന് പറഞ്ഞു. ഞാൻ പാർട്ട് ടൈമായിട്ട് പിന്നീട് ഗവേഷണം പൂർത്തീകരിക്കുന്നു. വിവാദങ്ങളൊക്കെ വന്നതിനെ കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം ചോദിച്ചോ? അതില് അങ്ങനൊന്നും അദ്ദേഹം ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്, അത് നമുക്കറിയാം. കാരണം കമല സഖാവ് പിണറായി സാറിൻ്റെ ജീവിത പങ്കാളി കമല ടീച്ചർ പറയുന്നത്, ഒരു ചെറിയ പേപ്പർ കഷ്ണം കിടന്നാൽ പോലും അദ്ദേഹം അതെല്ലാം വായിക്കുകയും ഓരോന്നും സൂക്ഷ്മമായി നോക്കുകയും ചെയ്യും. അപ്പോൾ ഉറപ്പായും ഇത്തരം പ്രചരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. എനിക്ക് ഒരു വലിയൊരു എന്താ പറയേണ്ട ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ടാണ് എപ്പോഴും ആ ഒരു കുടുംബം. ഇപ്പോൾ വീണയായാലും കമല സഖാവായാലും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുന്ന ഉടനെ ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അവർ മാത്രമല്ല, ഇപ്പം ബേബി സഖാവും ബെറ്റി ചേച്ചി ആയാലും അതേപോലെ തന്നെ EP ആയാലും പിന്നീട് കൊടിയേരി സഖാവ് ഉള്ള സമയത്ത് അറിയാമല്ലോ, കൊടിയേരി സഖാവ് വിനീഷേട്ടൻ ഞങ്ങളുടെ സീനിയറാണ്. ഇവാനിയോസിൽ വിനീഷേട്ടൻ SFI ആയിരിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റുഡൻറ് സെൻറ്ററിൽ ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു കുടുംബങ്ങളെല്ലാവുമായുള്ള സൗഹൃദം, ഗോവിന്ദമാഷ് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരിക്കുമ്പോൾ ഒരുപാട് പരിപാടികളിൽ ഞങ്ങളുടെ SFIയുടെ എല്ലാം വന്നിട്ടുണ്ട്. അന്ന് മാഷും ശ്യാമള ടീച്ചറും അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ആ ഒരു സ്നേഹവും ഇഷ്ടവും അതൊരു വലിയ സപ്പോർട്ടിങ് സിസ്റ്റം തന്നെയാണ്. ഞാനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം ശരിക്കും ഞങ്ങൾ മാത്രം എന്ന് തോന്നുമ്പോഴും അതങ്ങനെയല്ല, അത് വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ് എന്ന് തോന്നുന്നത് ഈ ഒരു ബന്ധങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ്. ഇതല്ലെങ്കിൽ മറ്റെന്തെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം ഇല്ല. വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇടയ്ക്ക് എന്തോ ഒരു റീല് കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പാഷനും നിങ്ങളുടെ പ്രൊഫഷനും ഒന്നായാൽ നിങ്ങൾ ലൈഫിൽ ഹാപ്പി ആയിരിക്കും. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, എന്താണ് എൻ്റെ പാഷനും ആ പാഷനായിരിക്കണമല്ലോ എൻ്റെ പ്രൊഫഷൻ. അപ്പം ഞാൻ ആലോചിക്കും, ഞാൻ ഇതല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു. അപ്പം ഒരിക്കലും അങ്ങനെ ഒരു ഫുൾ ടൈമർ ആവണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. SFI ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഫാത്തിമ കോളേജിലേക്ക് വരുന്നത് തന്നെ SFI ആവാനാണ്. പപ്പായുടെ ഒരു സ്വാധീനം, പപ്പായുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം, അങ്ങനെ SFI ആയി കഴിയുമ്പോഴും നമ്മൾ പഠനം അതിൻ്റെ കൂടെ പോവുകയാണ്. MA കഴിഞ്ഞു, B.Edന് ചേർന്നു. അപ്പം പപ്പായുടെ കുടുംബത്തെ എല്ലാവരും അധ്യാപകരാണ്. പപ്പായുടെ ജ്യേഷ്ഠൻ, അനിയൻ സഹോദരിമാർ, അവിടെ 7 അധ്യാപകരുണ്ട്. പപ്പായുടെ പെങ്ങന്മാരും ചേട്ടനും അനിയനും എല്ലാം കൂടെ, പപ്പ ഉൾപ്പെടെ. അപ്പം ടീച്ചറാക്കണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ B.Ed ചെയ്യുന്നു. അത് കഴിഞ്ഞ് നെറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ നെറ്റ് JRFോട് കൂടി ക്ലിയർ ചെയ്യുന്നു. അപ്പം ഞാൻ ആ ഫെലോഷിപ്പോട് കൂടിയാണ് ഗവേഷണം തുടങ്ങുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് JRFന് ഞങ്ങൾക്ക് HRA ഉൾപ്പെടെ 45,000 rupees അന്ന് ഫെലോഷിപ്പായി കിട്ടുന്നുണ്ട്. അത് വേണ്ടെന്ന് എഴുതി കൊടുത്തിട്ടാണ് യൂത്ത് കമ്മീഷൻ്റെ ചുമതലയിലേക്ക് കടക്കുന്നത്. അപ്പോൾ എനിക്ക് ചില വിമർശനങ്ങളൊക്കെ വരുമ്പം തോന്നാറുണ്ട്, എന്തിനാണ് ഇവർ സർക്കാർ ശമ്പളം ഇങ്ങനെ വാങ്ങുന്നത്. അപ്പം നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ഒരു കോളേജ് അധ്യാപികയാകാനുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് നിൽക്കുമ്പോഴും അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് പോകാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ ഇത്തരം ഒരു പൊതുരംഗത്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഇപ്പോഴും പലരും ഞാനിടുന്ന പോസ്റ്റിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, സർക്കാർ ചിലവിലല്ലേ അടിച്ചു പൊളിക്കൂ എന്നൊക്കെ. ഞാൻ യൂത്ത് കമ്മീഷൻ്റെ ചുമതല കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായി. അപ്പോൾ അതുപോലും അറിയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മമ്മിയായിട്ട് എവിടെയെങ്കിലും പോകുന്ന പടം ഇടുമ്പം ഖജരാവിലെ പൈസ എടുത്ത് ആസ്വദിച്ചോളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഇതൊക്കെ ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞത് വെച്ചിട്ട് ഇവരങ്ങ് പറയുകയാണ്. മാഡം എന്ത് ചെയ്യുന്നു യുവജനങ്ങൾക്ക് വേണ്ടി എന്നൊക്കെയുള്ള എവിടുന്നോ കോപ്പി ചെയ്യുന്ന കമൻ്റ് എടുത്ത് ഇങ്ങനെ
വീണ്ടും വീണ്ടും ഇടുകയാണ്. അപ്പം അതിൻ്റെ താഴെ ഞാൻ മറുപടി ഇടണമെന്ന് പലപ്പോഴും ചിന്തിക്കും. അനിയ ഞാനിപ്പോൾ ആ ചുമതലയിലില്ല, മാറിയിട്ട് 1.5 കൊല്ലമായി, പേപ്പറൊക്കെ വല്ലപ്പോഴും വായിക്കണം. പക്ഷെ ഞാൻ പിന്നെയും നമ്മളങ്ങനെ ഒരാൾക്ക് മറുപടി കൊടുത്ത് എന്തിനാണ് പോകുന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കമൻറ്റുകൾക്കൊന്നും അങ്ങനെ മറുപടി കൊടുക്കാറില്ല. ഈ SFI അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പപ്പായുടെ സ്വാധീനത്തിലാണല്ലോ വരുന്നത് തന്നെ, മനസ്സിലേക്ക് ഇങ്ങനെ പൊട്ടി മുളയ്ക്കുന്നത്. അപ്പോൾ ചിന്ത വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണോ? വിശ്വാസി എന്ന് പറയുമ്പോൾ സഭാവിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണോ? യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട്ടില് പപ്പയും അമ്മയും ഞാനുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര റിലീജിയസ് ആയ ഒരു സാഹചര്യം വീട്ടിലില്ല. പഠിച്ചത് വീടിൻ്റെ തൊട്ട് എതിർവശത്താണ് വിമല ഹൃദയ സ്കൂള്, കോൺവെന്റ് സ്കൂളാണ്. സിസ്റ്റേഴ്സാണ്, FIH സിസ്റ്റേഴ്സാണ് നടത്തുന്നത്. അപ്പം അവിടെ പഠിക്കുമ്പോഴും എൻ്റെ വീട്ടിൽ വളരെ സെക്കുലറായൊരു ഇതാണ്. പപ്പ പ്രത്യേകിച്ചും ചിന്തയെന്ന് പേരിടുന്നത് തന്നെ അങ്ങനെ ഒരു സെക്കുലർ പേര് വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ വേദോപദേശ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ കുട്ടിക്കാലത്ത്. അപ്പോൾ അതിന് കൃത്യമായി പോകാത്തതിന് സിസ്റ്റർമാർ ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും, എന്താ കാറ്റീസത്തിന് വരാൻ ഞാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സമയത്ത് ചില TV സീരിയലുകളൊക്കെ കാണാൻ കുട്ടി എന്നുള്ള നിലയിൽ നമുക്ക് ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു സ്വാതന്ത്ര്യം പപ്പായും അമ്മയും തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴാണ്, ഒരു 4 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ള സമയത്തെ കാര്യങ്ങളാണ്. അന്നൊക്കെ ഉറപ്പായും ഒരാൾക്ക് സ്വന്തം ഡിസിഷൻ എടുക്കാൻ ഒക്കില്ലല്ലോ, അച്ഛനും അമ്മയും വിടുന്നത്. അപ്പോഴൊക്കെ പപ്പായും അമ്മയും എനിക്ക് നല്ല ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള അതുപോലെ ചെയ്യാം. അപ്പം TV പരിപാടി കാണാനാണ് ആഗ്രഹം, മറ്റേത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും പറയാറൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പപ്പായുടെ ഒരു മരണശേഷം അമ്മ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഒരു ഇഷ്ടവും പ്രാർത്ഥിക്കാനുള്ളൊരു താല്പര്യമൊക്കെ അമ്മയ്ക്ക് ഉണ്ട്. അത് അമ്മ അങ്ങനെ പള്ളിയിൽ നിന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അമ്മ പാല അൽഫോൺസ് അമ്മയുടെ അടുത്ത് പോവും. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ എല്ലാം നമ്മുടെ കടുവാപ്പള്ളിയുണ്ട്, കടുവാപ്പള്ളിയിൽ ഇറങ്ങി നേർച്ചയിടും. അതേപോലെ മമ്മി പഠിപ്പിച്ച സ്കൂള് കോയിക്കൽ സ്കൂളാണ്, അതിനോട് ചേർന്ന് അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അവിടെ ഇപ്പോഴും പോകുമ്പോൾ എല്ലാം അവിടെ പോകും. അവിടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ജനിച്ചത് എന്ന് മമ്മിക്ക് ഭയങ്കര ഒരു ഇതാണ്. മമ്മിയുടെ കൂട്ടുകാരികളുണ്ടായിരുന്നു കോയിക്കൽ സ്കൂളിലെ ടീച്ചേഴ്സ്, അവർ വിളിച്ചുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് അമ്മ മനസ്സിലിങ്ങനെ പറയുന്നത്. 16 വർഷത്തിന് ശേഷമാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ മമ്മിയുടെ ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ജനിച്ചതെന്നുള്ള മമ്മിയുടെ ഒരു കടുത്ത വിശ്വാസമുണ്ട്. അപ്പം അമ്മയ്ക്കൊപ്പം എല്ലായിടത്തും പോകാറുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ വേണ്ടിയുള്ള സമരമാണ്. അല്ല വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ളൊരു സംഘർഷമോ അവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയമല്ല. നിങ്ങൾക്ക് വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിൽ വേണം. അതിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്കൊന്നിലും വിശ്വാസമില്ല, ഒരു മതത്തിലും അല്ലെങ്കിൽ ഒരു മറ്റാചാരങ്ങളിലും വിശ്വാസമില്ല, എനിക്കല്ലാതെ ജീവിക്കണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യവും ഈ നാട്ടിലുണ്ട്. ഇതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ എല്ലാ വിശ്വാസങ്ങൾക്കും ഒപ്പം നിങ്ങൾക്കങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരാനായി പൂർണ്ണമായും അതിനു വേണ്ടി നിങ്ങളുടെ കൂടെ മുമ്പന്തിയിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഞാൻ ഇനി 1-2 വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കാം. എപ്പോഴാണ് വിവാഹം എന്നുള്ളൊരു ചടങ്ങിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ ആളുകൾക്ക് അറിയാനുള്ള താല്പര്യമുള്ള വിഷയമായതുകൊണ്ടാട്ടോ, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ആരുടെയാ ചാണ്ടി ഉമ്മന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ പറഞ്ഞു, MLA ജയിച്ചു കഴിഞ്ഞപ്പം എന്താണ് വികസന പ്രവർത്തനം എന്ന് ചോദിക്കുന്നതിന് പകരം ആരൊക്കെയോ ചോദിച്ചത് എപ്പോഴാണ് വിവാഹം എന്നാണ്. അപ്പം അതേ കണക്ക് നമുക്ക് ഉറപ്പായിട്ടും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ ഓരോ സംഭവങ്ങൾ സംഭവിക്കുന്നത് പോലെ സംഭവിക്കും. പറയാം, പ്രണയത്തിലാണ് എന്നൊക്കെയാണ് കേൾക്കുന്ന വാർത്തകൾ. സത്യമാണോ? അതെയോ? എല്ലാരും പ്രണയത്തിലും, പ്രണയം ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല, എന്തായാലും ഇല്ല. അത് ഞാൻ ചോദിക്കുന്നില്ലല്ലോ. എന്തായാലും വിവാഹത്തിലേക്ക് എത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും പറയാം. എന്നാലും എന്തെങ്കിലും ഒരു ഹിന്റ്? അയ്യോ അങ്ങനെയൊന്നും ഇല്ല. എന്തെങ്കിലും ഹിന്റ് ഉണ്ടോ എനിക്ക് പറഞ്ഞ? അല്ല, സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരു പേരേ ഉള്ളൂ, രാഹുൽ. അതിന് ഇത്രമാത്രം വളച്ചൊടിച്ച് അതിന്റെ യാഥാർത്ഥ്യം എനിക്കറിയാം. ഓണത്തല്ലിന്റെ
പ്രോഗ്രാം. അത് വളരെ ലൈറ്റ് ആയിട്ടൊരു പരിപാടി, എല്ലാവരും വളരെ രസകരമായി. ഇപ്പം രാഷ്ട്രീയമായ നിലപാട് വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണത്തിന്റെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിക്ക് പോയതാണ്. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രസകരമായി ആ പരിപാടി മുമ്പോട്ട് പോയതാ. അതിലൊക്കെ അറിയാലോ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം വളരെ രസകരമായി ചോദ്യങ്ങൾക്കൊക്കെ മറുപടി തന്നു. പ്രധാനമായും സോഷ്യൽ ബുള്ളിങ്ങിന് ഇരയായി എന്നുള്ളത് തന്നെയാണ് ചിന്തയോട് സംസാരിക്കണം എന്ന് തോന്നാനുള്ള ഒരു കാരണം. കാരണം ഇത്രയും കാലം അതിനെ അതിജീവിച്ച ഒരാളാണല്ലോ. അപ്പം ഈ ഒരു ഘട്ടത്തിൽ ആ സംസാരം വേണം എന്ന് തോന്നിയിട്ടാണ് ഈ സമയത്ത് ചിന്തയെ വിളിക്കാനുള്ളൊരു കാരണം. അപ്പം എന്തായാലും ഇത്രയും നേരം നമ്മുടെ ഒപ്പം നല്ല രീതിയിൽ എല്ലാ വിഷയങ്ങളിലോടും എല്ലാ ചോദ്യങ്ങളോടും വളരെ സമൃദ്ധമായിട്ട് സമൃദ്ധം എന്ന് പറയുമ്പോഴും ഇനി ഇതിന്റെ മുകളിൽ ഉണ്ടാകുന്ന സോഷ്യൽ ബുള്ളിങ്ങുകൾ എന്തൊക്കെയാണ്, സൈബർ ബുള്ളിങ്ങുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പൊ അതിനെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ഉണ്ടാവട്ടെ എല്ലാവർക്കും. അതേപോലെ സ്ത്രീകൾ വളരെ ശക്തമായി പൊതുരംഗത്തേക്ക് വരണം. അവരുടെ കഴിവുകൾ ഏത് മേഖലയിലാണോ അത് കണ്ടെത്തി അത് കൂടുതൽ നല്ലതുപോലെ വിനിയോഗിക്കാൻ തയ്യാറായി മുമ്പോട്ട് വരണം എന്നുള്ളതാണ് നമുക്കുള്ളത്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഭയപ്പെട്ട് പോകേണ്ടതില്ല. നമുക്ക് ശക്തമായി മുമ്പോട്ട് പോകാം. വരുംകാലം നമ്മുടേതാണ്, സ്ത്രീകളുടേതാണ്, പുതിയ തലമുറയുടേതാണ്. ആ ഒരു പ്രതീക്ഷയോട് കൂടി പോകാം. താങ്ക് യു.